നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് ആളെ കിട്ടിപ്പോയി മതി. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് സി തോമസ്. നിർഭാഗ്യകരമായിട്ടുള്ള ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. സർക്കാർ ഡോക്ടർമാരെന്നില്ല, ഡോക്ടർമാർ മൊത്തം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചും പൊതുജനങ്ങളെ സംബന്ധിച്ചും ഒരു സങ്കീർണത. അതിനെ നമ്മളൊരു കോംപ്ലിക്കേഷനെ ഒരു ചികിത്സാ പിഴവായി ചിത്രീകരിക്കുന്നതാണ്. ഇപ്പൊ ചികിത്സാ പിഴവല്ല, തീർച്ചയായും അതൊരു സങ്കീർണതയാണ്. ഓഹോ, ഡോക്ടർ എന്താ പറഞ്ഞത്? സങ്കീർണതയാണ്. ഏത് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഏത് സങ്കീർണതയുടെ ഭാഗമാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഹർഷണയുടെ വയറ്റിൽ കത്രിക കിടക്കുന്നത്? അതിന്റെ ഇനി ചികിത്സാ പിഴവാണോ എന്ന് നിശ്ചയിക്കണമെങ്കിൽ കൃത്യമായിട്ട് നേരത്തെ ഒരു സൂചിപ്പിച്ച പോലെ അതിന്റെ അന്വേഷണം നടക്കണം. അതിന്റെ ഫൈനൽ അന്വേഷണം നടന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി സങ്കുചിത രാഷ്ട്രീയത്തിന് അതീതമായി ഈ കാര്യത്തിൽ നമ്മൾ ആരോടൊപ്പമാണ് ണെന്ന് ചോദിച്ചാൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം ഇപ്പോൾ എന്തായി വാക്കുകളുടെ അർത്ഥം? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ കോടിയിൽ ഒന്നായിരിക്കാൻ സാധ്യതയുള്ള സങ്കീർണതകളിൽ ഒന്നാണ് ഇവരുടേതെങ്കിലും ഉപാധിരഹിതമായി നമ്മളെല്ലാവരും ഇവരോടൊപ്പമാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ കാര്യം എന്താണ്? കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണെന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ നദാലിയാണ്. ഈ 43 പരാതികളുടെ പേരിൽ ബാക്കി 2,44,000 സർജറികളും വിജയകരമാക്കി പൂർത്തീകരിച്ച കേരളത്തിൽ ഈ പൊതുജനാരോഗ്യ മേഖല ആകെ മോശമെന്ന നരേഷൻ ഇപ്പൊ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. അത് മലയാളികൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചെറ്റ നാറി. സർക്കാർ ആശുപത്രിയിൽ വന്ന ഒരാൾക്ക് 5 ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ട് 5 പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ടബിലിറ്റിയുടെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ടേ പറ്റൂ. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. ഗവൺമെന്റിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. 0.001 ആണ്. അതിനകത്ത് ശതമാനക്കണക്ക് പറഞ്ഞാൽ വീട്ടിൽ ആ കുട്ടിയുടെ വീട്ടിൽ അത് പറയാൻ പറ്റില്ല. ഈ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി എത്തിയിട്ട് ഞാൻ എല്ലാം തീർത്തു തരാം, പരിഹരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയിട്ട് 1 രൂപയുടെ സഹായം ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് ഏത് സങ്കീർണതയുടെ ഭാഗമാണ്? അത് എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. 1 രൂപ കൊടുത്തിട്ടില്ലെന്നാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ആ സർക്കാർ തന്നത്? പറഞ്ഞേ, പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. അവര് വാങ്ങിയിട്ടില്ല. നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. അത് പിന്നെ വിഷമമുണ്ടല്ലേ? 5 പേര് മാത്രം ഇവിടെ വന്നിട്ടുള്ളൂ. 5 പേരുടെ ദയനീയമായ സ്ഥിതിക്ക് ഒരു പരിഹാരവും ഇതുപോലെ ഉണ്ടായിട്ടില്ല. അവര് വേദനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുക. അവർക്ക് ഒരു പരിഹാരം കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നമ്പർ 1 ആണെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരെല്ലാവരും സ്വകാര്യ മേഖലയിൽ നിന്നാണ് ചികിത്സ നേടിയത്. വേണ്ടായിരുന്നു. ഗവൺമെന്റ് ആശുപത്രിയിൽ ആരും പോയില്ല, എല്ലാവരും പോയത് സ്വകാര്യ ആശുപത്രിയിൽ. എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ആരോഗ്യമന്ത്രി പിന്നെ സമരപ്പന്തലിൽ വന്നു എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അത് വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും എടുക്ക് പറയണമെന്നില്ല. അയ്യോ, അതെന്ത് വിജയൻ തമ്പുരാൻ എഴുന്നള്ളുന്നുണ്ട്. അപ്പൊ വഴിയരികിലിരിക്കുന്ന പാവപ്പെട്ടവരെ അവിടെ നിന്ന് ക്ലിയർ ഓഫ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെ എത്തി അവരെ സമാശ്വസിപ്പിച്ച് ആ സമരപന്തൽ അഴിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. തമ്പുരാനെന്നൊക്കെ മുഖ്യമന്ത്രി വിളിച്ചു ഇരിക്കട്ടെ. അപ്പോഴേക്കും പിണങ്ങിയോ? അതായത് ഇതിന്റെ കാലപ്പഴക്കത്തെ സംബന്ധിച്ച് പരിശോധന നടത്തിയപ്പോൾ അവർ തന്നെ അവരുടെ ഭാഗത്ത് പറഞ്ഞു 3 തവണ സർജറി നടത്തി. ഏതു സർജറിയിലാണ് ഈ മെഡിക്കൽ എക്വിപ്മെന്റ് കുടുങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് 2 മെഡിക്കൽ ടീം പരിശോധന നടത്തിയപ്പോൾ 2 റിസൾട്ട് ആയിരുന്നു. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഇതിനു മുമ്പ് 2 ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. അന്ന് വെച്ചത് ആയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ചോദിക്കാം. പക്ഷേ അത് 3 സിസേറിയനായിരുന്നല്ലോ. അൾട്രാസൗണ്ട് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. അപ്പൊ അതിനകത്ത് ഒരു ബാലിശമായിട്ടുള്ള ഒരു മുമ്പുണ്ടായിരുന്നതായിരിക്കാം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. സംഭവം സംഭവിച്ചു. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും എസ്കലേറ്റ് ചെയ്യില്ലായിരുന്നു. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയായിരുന്നു ഡോക്ടർ?
15,000 കുഞ്ഞുങ്ങളെ സർജറി നടത്തി രക്ഷിച്ചു. ഇപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണെന്നറിയോ? 2014 12 ഉണ്ടായിരുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. എത്രയാണെന്നറിയോ? 5.06. അതായത് ചുമ്മാ മദർ മോർട്ടാലിറ്റി റേറ്റ് 43% ആണ്. നമ്മുടെ നീതി ആയോഗിന്റെ കണക്കിലുണ്ട്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ പറയുകയാണ് ഞാൻ ടീച്ചറായിട്ട് ഒരു റാങ്ക് കിട്ടിയെന്ന്. അപ്പം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവരവിടെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. 1ാം ക്ലാസ് തൊട്ട് പഠിച്ച ടീച്ചർമാരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, കുട്ടി പഠിച്ചതുണ്ട്. ആണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നേട്ടം വരുമ്പോൾ അതിൻ്റെ ക്ലെയിം 113 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് തിരുവിതാംകൂർ പ്രദേശത്താണ്. എല്ലാ ഗവൺമെൻറ്റുകളും മനുഷ്യൻ്റെ പുരുഷായുസ് കൂട്ടാൻ കുറയ്ക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം പഠിപ്പിച്ച ഒരാൾ പറയുകയാണ് ഞാൻ കാരണം റാങ്ക് കിട്ടി. അതുപോലത്തെ ക്ലെയിംസ് പാടില്ല. അത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ബഹുമാനിയനായ ഡോക്ടർ SS ലാല് കേരളം ആദരിക്കുന്ന പ്രഗത്ഭനാണെങ്കിലും കഴിഞ്ഞ 2021 എന്നോടൊപ്പം കഴക്കൂട്ടം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പാടില്ലേ? സയൻസ് പറഞ്ഞാൽ പറയും ഞാൻ UDF ആണ്, ഡോക്ടർ ഇക്ബാൽ LDF ആണ്, ഡോക്ടർ ജോ LDF ആണ്. എനിക്ക് അവസരം നൽകിയാൽ മതി. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ജയ്ക്ക് നേരത്തെ പറഞ്ഞത് സിന്ധു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അമേരിക്കയിൽ വിട്ടു പഠിപ്പിച്ചു. അത് LDF ഗവൺമെന്റിന്റെ ഗുണം. ഏത് കോട്ടയത്ത്? ആ കോട്ടയത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ തലയിൽ ഈ പറയുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചാൽ ആ കെട്ടിടം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിഞ്ഞത്. എന്നിട്ട് അതേ ജയ്ക്ക് പറയും ഇത് രാഷ്ട്രീയമില്ലെന്ന്. അടിപൊളിയാണ്. ഓക്കെ, എനിക്കൊന്ന് ശ്യാമ കേരളം ആരോഗ്യത്തിൽ 1ാം നമ്പർ. അതായത് കേരളത്തിന് ആരോഗ്യത്തിൽ എന്തെങ്കിലും മികവുണ്ടാകുമ്പോൾ അത് തങ്ങളുടെ നേട്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ അർച്ചന ഇരിക്കുന്നില്ലേ, ആ മോളി കൊച്ചുകുട്ടി ഇരിക്കുന്നില്ലേ, അപ്പുറം സനൂപ് ഇരിക്കുന്നില്ലേ, ഇവരുടെയൊക്കെ ഇതിനോട് ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എടുക്കണമെന്നല്ല കേരള സർക്കാർ എടുക്കണമെന്നേ. വേണ്ട, കേരളത്തിന് നല്ലത് സംഭവിച്ചാൽ അതല്ല ഞങ്ങളുടെയും, മോശം സംഭവിച്ചാൽ അതല്ല സിസ്റ്റത്തിന്റെ അല്ല മുഴുവൻ ആൾക്കാരുടെയും എന്നുള്ളൊരു ന്യായീകരണവുമായിട്ട് വരരുത്. നല്ല കാര്യം വരുമ്പോൾ 1ാം സ്ഥാനം വരുമ്പോൾ മന്ത്രിക്ക് പോയി അവാർഡ് വാങ്ങാമെങ്കിൽ മനുഷ്യർ മതിലിഞ്ഞ് വീണ് ആശുപത്രി മതിലിഞ്ഞ് വീണ് മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മന്ത്രി ഏറ്റെടുക്കണ്ടേ? ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചാൽ കുഴപ്പമില്ല. പരമകഷ്ടം. ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ 2 തവണ എടുക്കട്ടെ. എന്റെ പേര് പറഞ്ഞോണ്ടാണ്. ഈ ആരോഗ്യ ഒറ്റ പോയിന്റ്. ആരോഗ്യ വകുപ്പിന് ഒരു വകുപ്പ് എന്തല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു ഭാഗം പൂർത്തീകരിക്കും. നീ ഒന്നും പണയണ്ട. മന്ത്രിക്ക് മന്ത്രിയും പറയാണ് പ്രൈവറ്റ് ആശുപത്രിയിലെ മരണത്തെ പറ്റി പറയാത്തതെന്ന്. മന്ത്രി അറിയേണ്ടത് ഗവൺമെന്റ് മന്ത്രിയല്ല, ഈ കേരളത്തിലെ ആയുർവേദായാലും ഹോമിയോ ആയാലും പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും എല്ലാത്തിന്റെയും മന്ത്രിയാണ് അവര്. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റം.